പലപ്പോഴും ഇല്ലേ നമ്മുടെയൊക്കെ കുടുംബത്തിൽ നമ്മൾ എന്താ പറയണേ മറ്റുള്ളവരെന്താ മനസ്സിലാക്കണേ എന്നൊരവസ്ഥ നമുക്ക് ഉണ്ടാകാറുണ്ട് അല്ലേ. നമ്മൾ പറയണ അവർക്ക് മനസ്സിലാവില്ല. കാര്യം പറയാൻ നമ്മൾ മലയാളം പറയുന്നത് വേറൊരു ഭാഷയൊന്നും അല്ല പറയും, ഇംഗ്ലീഷോ ഹിന്ദിയോ തമിഴോ ഒന്നും അല്ല പറയുന്നത്, നമ്മൾ ശുദ്ധ മലയാളത്തിലാണ് സംസാരിക്കുന്നത്. പക്ഷെ നമ്മുടെ കൂടെയുള്ളവർക്കോ നമ്മുടെ മക്കൾക്കോ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾക്കോ ചിലപ്പോൾ നമ്മൾ പറയുന്നത് മനസ്സിലാവില്ല. നമ്മൾ എന്താ ഇങ്ങനെ നമ്മളെന്നെ പറയണത് വല്ല തെറ്റുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് വരും ഇല്ലേ. അത് ശരിക്കും പറഞ്ഞാൽ അവർ നമ്മളെ പറ്റിക്കുന്ന, നമ്മൾ പറയണ മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, നീ പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല എന്നൊക്കെ കെട്ടിയന്മാർ നമ്മളോട് പറയാറില്ലേ. നീ എന്നെ പറഞ്ഞു എനിക്കങ്ങ് മനസ്സിലായില്ല എന്നിങ്ങനെ പറയും. നമ്മളും പറയും നിങ്ങൾ എന്നെ പറയണത് എനിക്കങ്ങ് മനസ്സിലായില്ല കേട്ടോ എന്ന് പറയും. മക്കളും അത് പറയും അമ്മ എന്നെ പറയണേ എന്നിങ്ങനെ ചോദിക്കും ഇല്ലേ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മലയാളമാണ് പറയണത്, പക്ഷെ അവർക്ക് മനസ്സിലാവില്ല. ഇനി മനസ്സിലായിട്ടും അവരെ മനസ്സിലായത്തില്ല രീതിയിൽ അഭിനയിക്കുകയും ചെയ്യും ഇല്ലേ. അത് പറഞ്ഞു തരാൻ ഒരു കഥയുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കണ ശുദ്ധ മലയാളം, അവർ ഇംഗ്ലീഷുകാരൊന്നും അല്ലല്ലോ. നമ്മൾ പറയണ എന്താണേലും മനസ്സിലാക്കി എടുക്കുകയൊക്കെ ചെയ്യാം, പക്ഷേ ഒന്ന് അഭിനയിച്ച് കളയും. എല്ലാ കുടുംബത്തിലും ഉണ്ട് ചെറിയ പൊട്ടം കളിക്കൽ ഇല്ലേ. അത് മിക്ക കുടുംബത്തിലുള്ള സംഭവം തന്നെയാണ്. ആദ്യം തന്നെ പറയട്ടെ, എനിക്ക് തൊണ്ടവേദനയും ജലദോഷവും ചുമയൊക്കെ കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊരു ചെറിയ കിച്ച് കിച്ച് വരും. അപ്പം എന്നാന്ന് വെച്ചാൽ ഞാൻ അതിനൊരു കഥ, ഒരു നോവൽ കഥ കേട്ടതാട്ടോ. നോവലിൻ്റെ കഥ ആർ.കെ. നാരായണൻ എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള നോവലിസ്റ്റിൻ്റെ ഒരു കഥയിലെ ഒരു കഥയാണ് മുനി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിൻ്റെ കഥ. മുനി ആടൊക്കെ മേച്ച് നടക്കുന്ന ഒരു ശുദ്ധ തമിഴന്. അപ്പം തമിഴ് മാത്രമേ അറിയുള്ളൂ, വേറൊരു ഭാഷയൊന്നും അറിയത്തില്ല. അപ്പം മുനി ഇങ്ങനെ ആടുകളെ രാവിലെ ഇറക്കി ഇങ്ങനെ ആട് മേയ്ക്കാൻ പോകും. അങ്ങനെ കുറേ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ കറങ്ങിയടിച്ച് വൈകുന്നേരം ഉച്ച കഴിയുമ്പോഴത്തേനും ആടുമായിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരും. അത് മിനിയുടെ സ്ഥിരം പരിപാടി. അപ്പോൾ ഇങ്ങനെ ഒരു പ്രാവശ്യം പോയപ്പോൾ ഒരു റോഡിൻ്റെ സൈഡിൽ ഒരു കുതിരയുടെ പ്രതിമ നിൽക്കണ കണ്ടു. അപ്പം മുനി എന്നെ ചെയ്തു, ആടുകളെ അവിടെ വിട്ടിട്ട് മുനി ആ കുതിരയുടെ പുറത്ത് കയറി ഇരുന്നു. അപ്പം അതിലെ ഒരു ടൂറിസ്റ്റ് ആയിട്ടുള്ള ഒരു വിദേശി, അതായത് നമ്മൾ സായിപ്പ് എന്ന് വിളിക്കുന്ന ഒരു വിദേശി അതിലെ വന്നു. അപ്പം പുള്ളി വണ്ടി നിർത്തി, എന്നിട്ട് മുനിയോട് വന്ന് ഇങ്ങനെ ഇംഗ്ലീഷിൽ കുറേ സംസാരിച്ചു. അപ്പം മുനിക്ക് ഇംഗ്ലീഷും അറിയത്തില്ല, സായിപ്പിന് തമിഴും അറിയത്തില്ല. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ കുറേ നേരം സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ആടിനെ ചൂണ്ടിക്കാട്ടി സായിപ്പ് കണ്ടു ചോദിക്കുന്നു. മുനി കയ്യും കാലും ഒക്കെ എടുത്ത് നമ്മൾ സാധാരണ സംസാരിക്കും പോലെ സായിപ്പിനോട് സംസാരിക്കുന്നു. അങ്ങനെ രണ്ടുപേരും കൂടെ കുറേ നേരം സംസാരിച്ചു. കുറേ സംസാരിച്ച് കഴിയുമ്പം മുനി ഇരിക്കുന്ന കുതിരേനെ കുറിച്ച് ചോദിക്കുന്നു. മുനി അതിനും മറുപടി പറയുന്നു. സായിപ്പ് അതെല്ലാം കേട്ട് കുറേ കഴിഞ്ഞപ്പോൾ കുറേ രൂപയെടുത്ത് മുനിക്ക് കൊടുക്കുന്നു. അപ്പം മുനിയുടെ വിചാരം എന്നാണെന്നറിയാമോ, ആടിൻ്റെ കച്ചവടം നടത്തിയതുകൊണ്ടാണ് പൈസ കൊടുത്തിട്ട് പോകുന്നതെന്ന്. അപ്പം മുനി സന്തോഷത്തോടു കൂടി വെച്ചു, കാരണം മുനിക്ക് പൈസയ്ക്ക് ഭയങ്കര ആവശ്യമുണ്ടായിരുന്ന സമയമായിരുന്നു. അപ്പോൾ സന്തോഷത്തോടു കൂടി സായിപ്പ് തന്നെ പൈസ മേടിച്ച് കണ്ണയിലൊക്കെ തൊട്ടിട്ട് ഓടി വീട്ടിലേക്ക് ചെന്ന് വാതിൽ തുറന്ന് ഭാര്യയുടെ എടി നമ്മുടെ ആഗ്രഹം പോലെ നമ്മൾ ആഗ്രഹിച്ച പോലെ പൈസ കിട്ടി, ഇത് കണ്ടോ എനിക്ക് പൈസ കിട്ടി, ആടിനെ എല്ലാം കൂടെ ഒരു സായിപ്പ് മേടിച്ചുകൊണ്ട് പോയി, ഞാൻ പറഞ്ഞേക്കാളും കൂടുതൽ വിലയ്ക്ക് സായിപ്പ് ആടിനെ മേടിച്ചു എന്നും പറഞ്ഞുകൊണ്ട് വന്നു. ഇച്ചിരി നേരം കഴിഞ്ഞ് നോക്കിയപ്പോൾ വാതിക്കൽ ആട് കരയണ പോലെ ഒരൊച്ച കേട്ടപ്പോൾ വാതിൽ തുറന്ന് നോക്കിയപ്പാണ്ടേ ആടുകളെല്ലാം കൂടെ മുറ്റത്ത് നിൽക്കുന്നു. അപ്പോൾ മുനി വിചാരിക്കുകയാണ്, പൊട്ടൻ സായിപ്പിന് ആടിനെ കൊണ്ടുപോകാൻ അറിയത്തില്ല, അതേ ആടെല്ലാം കൂടെ തിരിച്ചു വന്നേക്കണു എന്നിങ്ങനെ പറഞ്ഞ് സന്തോഷിച്ചു. കാരണം സായിപ്പ് പോവുകയും ചെയ്തു, ആട് തിരിച്ചു വന്നല്ലോ എന്നൊക്കെ ഓർത്ത് ഭയങ്കര സന്തോഷത്തിൽ. അതേ പിന്നെ ലാഭമാണല്ലോ, ആട് തിരിച്ചു വന്നല്ലോ, അതിൽ വലിയ സന്തോഷിച്ചു. അയാളൊരു പൊട്ടനാന്നൊക്കെ പറഞ്ഞ് അയാളെ ഇങ്ങനെ സായിപ്പിനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് മുനി ഈ സായിപ്പ് പോയോന്നറിയാൻ വേണ്ടിയിട്ട് ആ പഴയ സ്ഥലത്ത് ചെന്ന് കഴിയുമ്പോൾ അവിടെ ഇരിക്കണ ആ കുതിരേനെ കണ്ടില്ല. അത് ഗവൺമെൻറ് സ്ഥാപിച്ച ഒരു കുതിരയായിരുന്നു. ആ കുതിര അവിടെയില്ല. ആ കുതിരേനെ കൊണ്ടാണ് സായിപ്പ് പോയത് എന്ന്. ഇങ്ങനെയാണ് നമ്മൾ പലരും വീടുകളിൽ സംസാരിക്കുന്നത് ഇല്ലേ. നമ്മൾ പറഞ്ഞു വരുന്നതായിരിക്കില്ല മറ്റുള്ളവർക്കും മനസ്സിലാകുന്നത്. ഈ കഥയിലൂടെ എനിക്ക് മനസ്സിലായത് അതാട്ടോ. നമ്മൾ എന്തെങ്കിലും സംസാരിക്കുന്നു, അവർ വേറെ എന്തെങ്കിലും മനസ്സിലാക്കുന്നു, അവർ വേറെ എന്തെങ്കിലും ചെയ്യുന്നു. നമ്മൾ പറയുന്ന കാര്യമായിരിക്കില്ല നമ്മുടെ വീട്ടിലുള്ളവരാണെങ്കിലും നമ്മുടെ കൂട്ടുകാരാണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും പലപ്പോഴും ഇങ്ങനത്തെ നമ്മുടെ ജീവിതത്തിൽ പറ്റാറുണ്ടല്ലേ. നമ്മളിപ്പോൾ ഒരു കടയിൽ പോകണം എന്ന് പറഞ്ഞ് നമ്മൾ കടയിലേക്ക് പോവുകയാണെങ്കിൽ തന്നെ അവർ പറയും ആ കടയിൽ പോകണേ, നീ കടയിൽ പോകണമെന്നാണോ പറഞ്ഞത്, തുണിക്കടയിലേക്കാണ് കയറണമെങ്കിൽ പറയും ഞാൻ ഓർത്ത് വല്ല സാധനം പലചരക്ക് സാധനം മേടിക്കാൻ പോകാൻ, ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടില്ലേ. അതേപോലെ നമ്മൾ വേറെ എന്തെങ്കിലും ഉദ്ദേശിക്കണമെങ്കിൽ ഇച്ചിരി കാശ് കൂടുതലുള്ള സ്ഥലമാണെങ്കിൽ ശരിക്കും ഭർത്താക്കന്മാർ പൊട്ടം കളിക്കും. അവർക്ക് ഭാഷ അറിയാൻ മേലാത്ത പോലെ ഇരുന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ. അപ്പം ഞാനിത് അനുഭവിച്ചിട്ടുള്ളത്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. കാരണം അവർക്ക് ഇങ്ങോട്ടാണോ വന്നേ, ഇങ്ങോട്ട് പോകണമെന്നാണോ പറഞ്ഞത് എന്നിങ്ങനെയൊക്കെ ചോദിക്കും നമ്മളോട്.
അപ്പം ഈ മുനിയുടെ കഥ കേട്ടപ്പം എനിക്ക് ഇതാണ് മനസ്സിലായത്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിലോ നമ്മളെ ഒരു പൊട്ടം കളിപ്പീര് തന്നെയാണ് ജീവിതം. സ്ത്രീകളും അങ്ങനെ പൊട്ടം കളിക്കാറുണ്ട് കേട്ടോ. അറിഞ്ഞില്ല, കേട്ടില്ല, പറഞ്ഞില്ല എന്നൊക്കെ പറയും. നിങ്ങൾക്ക് പറയാൻ മേലായിരുന്നോ, എന്നോട് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയും. നമ്മുടെ കുടുംബത്തിൽ ഒരാളെ തന്നെ ഒരു കല്യാണം വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് മതി ശരിക്കും പറഞ്ഞാൽ. പക്ഷേ പല സ്ത്രീകളും പറയും എന്നെ വിളിച്ചിട്ടില്ല കേട്ടോ, അതുകൊണ്ട് ഞാനൊന്നും പോരുന്നില്ല എന്നിങ്ങനെയൊക്കെ പറയും. അല്ലെങ്കിൽ പറയും അയാൾ നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ട് എന്നോട് മിണ്ടിയില്ല കേട്ടോ എന്ന്. എല്ലാവരോടും കൂടെ പൊതുവായിട്ടായിരിക്കും അയാളുടെ വായിക ഒരാൾക്ക് വേണ്ടി മാത്രം കേൾക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ വെച്ചേക്കണേ. അപ്പോൾ പറയും എന്നോട് മിണ്ടിയില്ല കേട്ടോ, എന്നോട് പറഞ്ഞില്ല കേട്ടോ എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് നിസ്സാര കാര്യങ്ങൾക്ക് നമ്മളിങ്ങനെ വഴക്കൊക്കെ ഉണ്ടാക്കും ഇല്ലേ. പല കാര്യങ്ങളും നമ്മൾ അറിഞ്ഞില്ല, കേട്ടില്ല എന്നൊക്കെ നമ്മൾ പറയുകയും ചെയ്യും. ഇതൊക്കെ മിക്കവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്, മിക്ക കുടുംബങ്ങളിലും സംഭവിക്കുന്നതാണ്. അപ്പം മുനിയുടെ കഥ കേട്ടപ്പോൾ എനിക്കിങ്ങനെ പറയണം എന്ന് തോന്നി. ഇതൊരു കുഞ്ഞിക്കഥയാണ്, കുഞ്ഞു വീഡിയോയാണ്. അപ്പം എല്ലാവരും മഴയൊക്കെ അല്ലേ, സൂക്ഷിച്ചിരിക്കുക കേട്ടോ. അതൊക്കെ പറയാനുള്ളൂ. അപ്പം ബൈ ബൈ.